പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കൊച്ചിയിൽ മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ നേരിട്ട കൊടും ക്രൂരപീഡനം റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി യുവതി. മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി നൽകി ദിവസങ്ങളോളം പീഡിപ്പിച്ചു. പീഡന ദൃശ്യങ്ങൾ ബന്ധുക്കൾക്ക് അയച്ചു നൽകുമെന്ന് സംഘം ഭീഷണിപ്പെടുത്തി. ദുബായിലേക്ക് കൊണ്ടുപോയത് ഒന്നാം പ്രതിയായ സിന്ധുവാണെന്നും ഭീഷണിപ്പെടുത്തിയത് മഹ്റൂഫ് എന്നയാളാണെന്നും യുവതി വെളിപ്പെടുത്തുന്നു. ഒരു ഷോയ്ക്ക് 50,000 രൂപയായിരുന്നു വാഗ്ദാനം. നിരവധി യുവതികൾ ദുബായിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഈ സംഭവം നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുഹയാത്തിയാണോ ജനുവരി മാസത്തിലാണ് നടന്നിരുന്നത്. ആ ടൈമിലാണ് ഇവരുടെ ആദ്യത്തെ ഷോ നടക്കുന്നത് അവിടെ. അത് കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരിയിലാണ് കയറുന്നത്. ഇവിടുന്ന് പോയപ്പോ പറഞ്ഞതൊന്നുമല്ല അവിടെ ചെന്നപ്പോ നടന്നത്. ഇത് ശരിക്കും നമ്മളെ ട്രാപ്പ് ചെയ്തതാണ്. അവിടെ ഇതുപോലെ പെട്ടുകിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ കള്ളിലും കഞ്ചാവിലും മയക്കുമരുന്നിലൊക്കെ അടിമയാക്കി ഇട്ടവരും ഉണ്ട്. എനിക്ക് അറിയാവുന്ന ഒരു കുട്ടീനെ, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അതിന്റെ ഭർത്താവ് ഇവിടെ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അവളുടെ കാമുകൻ അവിടെ ഈ മയക്കുമരുന്നിന്റെ ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇവരൊരുമിച്ചിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് വേറൊരു ഫ്രണ്ട് അയച്ചിട്ട് അത് ഇവിടെ ആ ഫ്രണ്ട് ഭർത്താവിന് അയച്ചു കൊടുത്തു. അങ്ങനെ അയാള് ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പൊ അറിയാം. പക്ഷെ ആരും ഇത് പുറത്ത് വിടുന്നില്ല. കൊണ്ടുപോകാന്ന് പറഞ്ഞത് സിന്ധുവാണ്. സിന്ധുവിനെ ഞാനൊരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കാണുന്നത് ആദ്യമായിട്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ നമുക്കൊരു വേക്കൻസി തരാന്നാണ് അവര് പറഞ്ഞത്. ഇവര് നമ്മളെ ഈ എന്ത് വോയിസ് എടുത്തിട്ടുണ്ടെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോളും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ കൂടെ ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയിപ്പിച്ചിട്ടുണ്ട്. ഫോണ് കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇവർക്ക് വേണ്ടിട്ട് എന്തൊക്കെയാ ചെയ്തു കൊടുത്തേന്നോ ഒന്നും ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞ നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ശരീരം തളർത്തിയിട്ടിട്ടുണ്ട്. ഈ ഓരോ ആൾക്കാർ വരുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സ് പോലും അഴിച്ചു കൊടുക്കാൻ അവിടെ പെമ്പിള്ളേരുണ്ടായിരുന്നു. നോക്കാൻ വേണ്ടിട്ട് ഇതിൽ പട്ടിയെ തന്നെ ഇവിടെ പിടിക്കാത്ത ഒരു കുട്ടിയുണ്ട്. അവളാണ് ഇതെല്ലാം ചെയ്തിരുന്നതും എടുത്തതും എല്ലാം. അവിടെ 2 മാസത്തോളം നിന്ന് നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിന്നത്. എന്റെ കുടുംബജീവിതം ആകെ നശിപ്പിച്ചു കളഞ്ഞവര്. റിക്വസ്റ്റ് ചെയ്ത് ഞാൻ എന്ത് തെറ്റാണ് ഇവരോട് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്റെ ജീവിതം മുഴുവനും നശിപ്പിച്ചു കളഞ്ഞവര്. ഈ മഞ്ജിമ എന്ന് പറയുന്നവള് എന്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തു അവളുടെ ഫോണിൽ നിന്ന്. അവിടെ അൽസലാം എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട് ബർദുബായില്. അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്. നമ്മളൊരു ബാറിന്റെ അങ്ങോട്ട് കേറൂലേ, ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. 607 നമ്പർ റൂമിലാണ് ഉണ്ടായിരുന്നത്, 6ാമത്തെ ഫ്ലോറിൽ. അതിന്റെ ഉള്ളിലേക്ക് കേറുമ്പോ തന്നെ ഒരു റൂമാണ്. ആ റൂമിലാണ് ഈ അലീന അടക്കം 7-8 പേരുണ്ടായിരുന്നത് അന്ന്. ഡ്രിങ്ക്സിന്റെ കുപ്പികള് ഇവര് അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവരാണ് അവിടെ ഡ്രിങ്ക്സും ഡ്രഗ്സ് എല്ലാം എത്തിക്കുന്നത്. ഒരു CID എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മഹ്റൂഫ് എന്ന് പറഞ്ഞിട്ട്. അവനാണ് അവിടെ വന്നിട്ട് ഡ്രഗ്സ് ചെയ്യുന്നതും പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുക്കുന്നതും അവനാണ്, പിള്ളേരെ യൂസ് ചെയ്യുന്നതും അവനാണ്. ഇതുപോലെ തന്നെ അവിടെ പാക്കറ്റ്സില് ഡ്രഗ്സ് ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് പോലും എന്നെ അവര് വെറുതെ വിട്ടിട്ടില്ല. എന്റെ ബാഗേജില് 3 പാക്കറ്റാണ് 15 ഗ്രാം അടുത്ത് വരുന്ന ഈ വെള്ളപ്പൊടികൾ വെച്ചിരുന്നത്. നമ്മുടെ ട്രോളി ബാഗിന്റെ ഉള്ളിൽ ഒരു സിബ് ഉണ്ടാവൂലേ, അതിന്റെ ഉള്ളില് വെച്ചിരുന്നവര്. അതാവുമ്പോ നമ്മൾ അവിടെ നോക്കത്തില്ലല്ലോ. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് 3 പാക്കറ്റ് കിട്ടിയത്. അത് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു ഞങ്ങള്. എന്നിട്ടാണ് എയർപോർട്ടിൽ വന്നത്. അതും അബുദാബിന്നാണ് ഞാൻ കയറിയത്. അതുപോലെ ശങ്കരൻ നമ്പൂതിരി, അങ്ങനെ ഒരാളുണ്ട്. അയാളും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ വളരെയധികം ബ്രൂട്ടലായിട്ടാണ് ചെയ്യുന്നത്. പാസ്പോർട്ട് നമ്മുടെ കയ്യിലില്ല, ഒന്നുമില്ലല്ലോ. ഇവരെ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമല്ലേ. നമുക്ക് ഒരുപാട് ഭീഷണികളുണ്ടായി. ഫാമിലിയിൽ കയറി കളിക്കും. 3 വയസ്സായ കുഞ്ഞാണ്, അതിനെ കൊല്ലുന്നുള്ള ഭീഷണി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ, ഒന്നും പുറത്ത് പറയാത്ത രീതിയിൽ. വല്ലാത്തൊരു റാക്കറ്റാണെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ കുരുക്കുകളുള്ള ഒരു വലിയ റാക്കറ്റാണ്. എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഈ യുവതി പറയുന്നത് കേട്ട് വലിയൊരു റാക്കറ്റായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനിയും പല പെൺകുട്ടികളും ദുബായിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി സ്ഥലം പറയുന്നു, ആ നമ്പർ പറയുന്നു. ബർദുബായിൽ ഒരു ബിൽഡിങ്ങിന്റെ പേര് പറയുന്നുണ്ട്. അവിടെ 607 നമ്പർ മുറിയിലാണ് ഇവരെല്ലാവരും തമ്പടിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. വലിയൊരു മാഫിയ സംഘമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഒരുപാട് പെൺകുട്ടികളെ ഇവർ ഇതേപോലെ ചതിക്കുഴിയിൽപ്പെടുത്തി അവർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത് ശരൺ?
അരുൺകുമാർ, അത്തരത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ റാക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. യുവതി പറയുന്നത് ജനുവരിയിലാണ് താൻ ദുബായിലേക്ക് പോകുന്നതെന്നുള്ളതാണ്. അന്ന് തന്നെ ബന്ധപ്പെടുന്നത്, അതായത് താൻ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ഈ ഒന്നാം പ്രതിയായ സിന്ധുവിനെ കാണുന്നത്. അപ്പോൾ സിന്ധു ഒരു വാഗ്ദാനം നൽകുന്നു, ഒരു ഷോയ്ക്ക് 50,000 രൂപ നൽകാമെന്നുള്ള വാഗ്ദാനം ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ പിന്നീട് ദുബായിലേക്ക് പോവുകയായിരുന്നു. അതായത് 4 ലക്ഷം രൂപയാണ് ഈ സംഘം വാങ്ങിയിരുന്നത്. പ്രധാനമായും വിസയ്ക്കും ടിക്കറ്റിനും മറ്റുമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 4 ലക്ഷം രൂപ വാങ്ങുന്നത്. അങ്ങനെ ദുബായിലേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് ഈ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് വലിയ രീതിയിലുള്ള ദുരിതമാണ് താൻ നേരിട്ടത്. കൊടും ക്രൂരമായിട്ടുള്ള പീഡനമാണ് നേരിട്ടെന്നുള്ളതാണ് യുവതി പറയുന്നത്. ദിവസങ്ങളോളം മദ്യത്തിൽ ലഹരി കലർത്തി നൽകിയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഒരു മഹറൂഫ് എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യുവതി പറയുന്നത്. ഈ മഹറൂഫിനെ കുറിച്ച് പോലീസുമായി സംസാരിക്കുമ്പോൾ പോലീസും അത് സ്ഥിരീകരിക്കുന്നുണ്ട്, അത്തരത്തിലൊരു ആളുണ്ടെന്നുള്ള. പക്ഷേ ഇയാളുടെ റോൾ എന്താണെന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. എന്തായാലും യുവതി പറയുന്നത് താനൊരു CID ആണ് എന്ന് പറഞ്ഞുള്ള ഭീഷണിപ്പെടുത്തലാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഇയാൾ ഈ യുവതിയെ പീഡിപ്പിക്കുന്നു, ഇതിന് പുറമെ തന്നെ മറ്റ് പലർക്കും കാഴ്ചവെക്കുന്നു. ഒപ്പം തന്നെയാണ് ഇയാൾ ഇത്തരത്തിൽ അതായത് പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ചിത്രീകരിക്കുകയും അത് ബന്ധുക്കൾക്ക് അയച്ചു നൽകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും കുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഇതോടൊപ്പം തന്നെയാണ് ലഹരി കേസിൽ താനൊരു CID ആണ്, അതുകൊണ്ട് തന്നെ ലഹരി കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ളതും ഇപ്പോൾ യുവതി വെളിപ്പെടുത്തുന്നത്. എന്തായാലും യുവതി വിശദമായ സ്റ്റേറ്റ്മെന്റാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിൽ കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് 5 പേരെയാണ് പോലീസ് പ്രതി ചേർത്തിരുന്നത്. അതിൽ 3 പേരുടെ അറസ്റ്റിലേക്ക്, 3 യുവതികളുടെ അറസ്റ്റിലേക്ക് പോകാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് 2 പേർ വിദേശത്താണുള്ളത്. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് യുവതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നിരവധി യുവതികൾ ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ട്, ഇത്തരത്തിൽ പീഡനം നേരിട്ട് ദുബായിൽ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. നേരത്തെ യുവതി എത്തുന്ന സമയത്ത് ആ മുറിയിൽ തന്നെ, ആ കെട്ടിടത്തിൽ തന്നെ 8ഓളം യുവതികൾ ഉണ്ടായിരുന്നു. അതിൽ പലരും പല വഴിക്ക് പോകുന്നു. അതിനുശേഷം പിന്നീട് താൻ തിരിച്ചു വരുന്ന സമയത്തും നിരവധി യുവതികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അത് ആരൊക്കെയാണെന്നുള്ള കാര്യവും ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പെൺകുട്ടി പറയുന്നതനുസരിച്ച് ഇതിന് ഒരുപാട് പെൺകുട്ടികൾ ഈ റാക്കറ്റിന് പിടിയിൽ പെട്ടുപോയിട്ടുണ്ട്. അവരിപ്പോഴും ദുബായിൽ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ നിസ്സഹായ അവസ്ഥയിലാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും പോലീസിന് ഇടപെടലുണ്ടാവണം, ജനപ്രതിനിധികളുടെ ഇടപെടലുണ്ടാവണം. ഈ അന്താരാഷ്ട്ര സെക്സ് മാഫിയ സംഘത്തിന്റെ കയ്യിൽ അകപ്പെട്ടുപോയ പെൺകുട്ടികളെ രക്ഷിച്ചെടുക്കുകയും വേണം. മോഡലുകൾ ആയി നിങ്ങൾക്കവിടെ ഷോകൾ സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. അതിനുശേഷമാണ് മദ്യത്തിൽ മയക്കുമരുന്ന് കലർത്തി ഇവരെ പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുന്നത്.